ചെമ്മീനും മാങ്ങി. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനേ ഞാൻ ചെറിയ ചെമ്മീൻ വറുക്കാൻ പോണ്, ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോണ്. എൻ്റെ മക്കൾ ദുബായിൽ നിന്ന് വന്നേക്കാണ്, അവർക്ക് ചെമ്മീൻ കറി വെക്കണമെന്ന് പറഞ്ഞു. ചെമ്മീൻ കറി ഉണ്ടാക്കാന്ന് വെച്ചേക്കാം. മക്കളൊക്കെ ദുബായിൽ നിന്ന് വന്നേക്കാം, അപ്പോൾ അവർക്ക് ചെമ്മീൻ കറി വെക്കണം. ചെമ്മീനും മാങ്ങിയും കറി വെക്കണം. ചെമ്മീൻ നല്ലോണം നന്നാക്കി കഴുകി വാരി വെള്ളം വാഴ്ത്തി വെളിച്ചെണ്ണയിൽ വറുക്കണം. ഞാൻ അങ്ങനെ കറി വെക്കണം. ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം വറുത്തെടുക്കണം. മാങ്ങയും വരട്ടി ഇട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കറി വെക്കും. ഓക്കെ, ഞാൻ തേങ്ങ അരയ്ക്കാൻ പോകണം. തേങ്ങ കുത്തിയെടുത്ത് കിടന്ന് അരയ്ക്കാൻ ചെറുണ്ടാൻ വയ്യ, അത് കാരണം കുത്തി. അങ്ങനെ തേങ്ങ അരച്ച് കഴിഞ്ഞു, ഇനി പിഴിഞ്ഞെടുക്കണം. ഭയങ്കര പാടാണ്, എന്താ ചെയ്യുക? പിള്ളേർ വന്ന് പറഞ്ഞപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ദുബായിക്കാർക്ക് സ്വാദുവിന് കറി കൂട്ടണം, അതൊന്ന് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ തേങ്ങ അരച്ച് പിഴിയാണ്. പിഴിഞ്ഞിട്ട് വേണം ബാക്കിയൊക്കെ പരിപാടിയിൽ. ചെമ്മീൻ വറുത്തുകൂടി തേങ്ങ അരച്ച് പിഴിഞ്ഞെടുക്കാണ്. പിഴിഞ്ഞെടുത്തിട്ട് നീരെടുത്തിട്ട് വേണം ബാക്കിയത്തെ പരിപാടികൾ തുടങ്ങാൻ. ഇത്തിരി പാടാണ് കറി വയ്ക്കാൻ, കാര്യം എല്ലാം ചേർത്ത് വരുമ്പോൾ വയസ്സായില്ലേ. മക്കൾക്ക് കൊതി മാങ്ങക്കറി ഉണ്ടാക്കണം, ചെമ്മീൻ കറി ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. നേരം ഒരു പാല് പിഴിഞ്ഞെടുത്തു, എന്നിട്ട് രണ്ടാം പാല് പിഴിയാണ്. തേങ്ങയൊക്കെ ഭയങ്കര വിലയല്ലേ, അത് കാരണം തേങ്ങ കളയാൻ പറ്റും അരച്ചെടുത്തിട്ട്. അപ്പോൾ തേങ്ങ ഉണ്ട് ഞങ്ങൾക്ക്, എന്നാലും കളയാൻ പറ്റുമോ? 2-3 പാല് പിഴിഞ്ഞെടുക്കും. ഞാൻ ചെമ്മീൻ വറുത്തു. ചെമ്മീൻ വറുക്കാനുള്ള വെളുത്തുള്ളി, വേപ്പില, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വറുക്കാൻ വറുത്ത് വാങ്ങി വെച്ചു. ഒരു സവാളയുടെ പകുതി, വെളുത്തുള്ളി സ്വല്പം, ചെറിയുള്ളി, 4-5 പച്ചമുളക്, 2 തരി വേപ്പില, ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ മാങ്ങ പണ്ട് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്, അത് കറി വയ്ക്കാൻ പോകും. തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കാം. ശരി, അമ്മച്ചിക്ക് പേടിയൊന്നുമില്ല ഗൈസ്, അമ്മച്ചിക്ക് പേടിയൊന്നുമില്ല. ഇതുണ്ടല്ലേ
സവാള വഴറ്റുന്ന ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം, എന്നാലാണ് ശരിക്കും ഉപ്പ് പിടിച്ച് പാടുള്ളൂ. ഉപ്പ് നിറച്ച് സവാള വാടി തുടങ്ങി. എനിക്ക് വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല എല്ലാം വെച്ച് ഒന്ന് വാടണം. വാടിയിട്ട് വേണം വരട്ടിയെടുത്തിട്ട് വേണം മാങ്ങയും കൊച്ചിമീനും തേങ്ങാപ്പാലും ചേർത്ത് തിളക്കും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാക്കറി. കുഞ്ഞിനും വാങ്ങി. മൂന്നാം പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. വേണമെങ്കിൽ പിഴിഞ്ഞാൽ അതും പിഴിയാം. തേങ്ങയുടെ വില ഭയങ്കരമാണല്ലോ അതുകൊണ്ട്. ഉള്ളി മുളകൊക്കെ വാടി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇടാണ്. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ മാങ്ങ പറിച്ച് ഇതിൽ കയറ്റി വെച്ചതാണ്. അത് തന്നെ മാങ്ങേണ്ടി വരെ ഇരിക്കും. വലിയ നല്ല പുളിയുള്ള മാങ്ങയാണ്. രണ്ടാം പാൽ ഒഴിക്കണം. ഇനി ചെമ്മീനിട്ട് കൊടുക്കും. തീ കുറച്ചിട്ടേക്കാണ്. മൂന്നാം പാൽ ഒഴിച്ചു. തനിപ്പാൽ പിന്നെ ഒഴിച്ചു വെന്ത് കഴിഞ്ഞിട്ട്. അടുക്കള ഒരു ഫാൻ അത്യാവശ്യമാണ് ഗൈസ്. ചൂടെടുത്തൊരു പരിവായി വെന്തുരുകാൻ തുടങ്ങി. കറിയിൽ ചെമ്മീൻ വേവനൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വേവുന്നുണ്ട് അല്ലേ അംശി? ഇവിടെ കാണിക്കില്ല. ഞാൻ തൊട്ട് നോക്കണം ഉപ്പ് കൂടിയാണ്. ഉപ്പ് കൂടിയെന്ന് നോക്കാണോ? ഉപ്പ് കൂടിയില്ല. ഉപ്പ് പച്ചവെള്ളം ഒഴിക്കണം. ഇനി തനിപ്പാൽ ഒഴിക്കാണ്. കറി പാറായി തനിപ്പാൽ ഒഴിക്കാണ്.
അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. വെന്തേൻ്റെ നല്ല ഗുണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല പച്ച കൊച്ചുചെമ്മീൻ നന്നാക്കി ഉണക്കിയെടുത്ത് വറുത്ത് കഴുകി ഇനി സ്വല്പം ചുരുക്കിയോടെ ഒഴിച്ചു കൊടുക്കണം. കാണിക്കണ്ട, ചുരുക്കി ഒഴിക്കാനുണ്ട് സ്വല്പം. എന്താ കറി പാകായി കൊണ്ടിരിക്കുകയാണ്. ഷെഫ് മറിയാമ്മയുടെ സീക്രട്ട് റെസിപ്പിയാണ്, പുറത്തൊന്നും വിടാൻ പാടില്ല. എല്ലാം ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം. കറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതന്നെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്ര നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോറുണ്ണാൻ പോവാണ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കറി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടേക്കാണ്. ദുബായിലൊന്നും ഇങ്ങനെ സ്വാദുള്ള കറിയൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് പിള്ളേരുടെ ആഗ്രഹം. ആയിക്കോട്ടെ, ഞാനും കണ്ടു. ഇങ്ങനെ കറിയൊക്കെ സൂപ്പറാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം.